So, in today's topic, we are going to discuss about the various instruments used for respiratory system measurement. In that, first one is spirometer. So, spirometer is used to measure various lung capacities and respiratory volumes. അതായത് സ്പൈറോമീറ്റർ എന്ന് പറയുന്ന എക്യുപ്മെന്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വേരിയസ് ലങ് കപ്പാസിറ്റീസ് ആൻഡ് റെസ്പിറേറ്ററി വോളിയൂംസ്. കഴിഞ്ഞ ടോപ്പിക്കിൽ ഡിഫറെൻ്റ് റെസ്പിറേറ്ററി വോളിയൂംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സ്പൈറോമീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മൂവബിൾ ബെൽ ഇൻവേർട്ടഡ് ഓവർ എ ചേംബർ ഓഫ് വാട്ടർ. To balance the bell jar, a weight is used. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ ഒരു സ്പൈറോമീറ്ററിൻ്റെ ഡയഗ്രാം. ഇപ്പം നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഒരു ഇൻവേർട്ടഡ് ബെൽ ജാർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വാട്ടറിൻ്റെ മേളിലായിട്ട് ഒരു ഇൻവേർട്ടഡ് ബെൽ ജാർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ബെൽ ജാറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ഈ ഫിഗറിൽ. ഓക്കെ, ആൻഡ് the height of the bell jar above the water will be proportional to the amount of gas inside it. അതായത് നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് വാട്ടർ ഉള്ളത്. ഈ വാട്ടറിൻ്റെ മേളിലായിട്ട് ബെൽജാറിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ, വാട്ടറിൻ്റെ മേളിലുള്ള ഈ ബെൽജാറിൻ്റെ ഹൈറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ എയർ ഇൻസൈഡ് ഇറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു സ്പേസിൽ ഫുള്ള് എയർ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഹൈറ്റ്, ഈ ബെൽജാറിൻ്റെ വാട്ടറിന് മേലെയുള്ള ഈ ഒരു ഹൈറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ എയർ സ്പേസ്. ഓക്കെ, then a breathing tube is connected to the mouth of the patient. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ബ്രീത്തിങ് ട്യൂബ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രീത്തിങ് ട്യൂബിൻ്റെ ഈ ഒരു പാർട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ മൗത്തിലേക്കാണ് കൊടുക്കുക. when no one is breathing into the mouthpiece, the bell will be at rest, and when the patient breathe out, pressure inside the bell increases, causing the bell to rise. അതായത് ഇവിടെ ബ്രീത്തിങ് ഒന്നും നടക്കാത്തൊരു സമയത്ത്, പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യുന്നില്ല, ആ ഒരു സമയത്ത് ബെൽ വിൽ ബി അറ്റ് റെസ്റ്റ് ആയിരിക്കും. അതുപോലെ വെൻ ദ പേഷ്യൻ്റ് ബ്രീത്ത് ഔട്ട്, പേഷ്യൻ്റ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ദ പ്രഷർ ഇൻസൈഡ് ദ ബെൽ ഇൻക്രീസസ് ആൻഡ് കോസിങ് ദ ബെൽ ടു റൈസ്. അതായത് ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബെൽജാർ ഇവിടെ പ്രഷർ കൂടും. പ്രഷർ കൂടുന്ന സമയത്ത് ഈ ബെൽജാർ മേളിലോട്ടേക്ക് പൊങ്ങും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ പേഷ്യൻ്റ് ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള പ്രഷർ കുറയുകയും ഈ ബെൽജാർ താഴോട്ടേക്ക് വരികയും ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് വെൻ ദ പേഷ്യൻ്റ് ബ്രീത്ത് ഔട്ട്, ദ പ്രഷർ ഇൻസൈഡ് ദ ബെൽ ഇൻക്രീസസ്, കോസിങ് ദ ബെൽ ടു റൈസ്. ബെല്ല് റൈസ് ആവും ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത്. അതുപോലെ വെൻ ദ പേഷ്യൻ്റ് ബ്രീത്ത് ഇൻ, ദ പ്രഷർ ഇൻസൈഡ് ദ ബെൽ ഡിക്രീസസ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബെൽ ഡിക്രീസസ്. അതായത് ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള പ്രഷർ കുറയും. സോ ഈ ബെൽജാർ താഴോട്ടേക്ക് മൂവ് ചെയ്യും, ബെൽജാറിൻ്റെ ഹൈറ്റ് കുറയും. അതുപോലെ ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള പ്രഷർ കൂടും. അപ്പോൾ ബെൽജാർ മുകളിലോട്ടേക്ക് റൈസ് ചെയ്യും, ഈ ബെൽജാറിൻ്റെ ഹൈറ്റ് ഇവിടെ കൂടും. ഓക്കെ, the height of the bell varies with inspiration and expiration. അപ്പോൾ പേഷ്യൻ്റ് ഇൻസ്പയർ ചെയ്യുമ്പം പേഷ്യൻ്റ് എക്സ്പയർ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഈ ബെല്ലിൻ്റെ ഹൈറ്റ് വേരി ചെയ്യുന്നതാണ്. ഓക്കെ, എ പെൻ is attached to the weight in order to record the volume changes in a piece of graph paper. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ വെയിറ്റിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു പെന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഗ്രാഫ് പേപ്പർ വെച്ചിട്ടുണ്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ. സോ ഇവിടെയുള്ള ഹൈറ്റ് വേരി ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് നമുക്ക് ഈ പെന്ന് വെച്ച് ഇവിടെ ഒരു പ്ലോട്ട് കിട്ടും അല്ലേ? ദ ചാർട്ട് റെക്കോർഡർ ഈസ് കോൾഡ് സ്പൈറോഗ്രാഫ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ചാർട്ട് റെക്കോർഡർ ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്പൈറോഗ്രാഫ് ഓർ കൈമോഗ്രാഫ്. ആൻഡ് ഇറ്റ് ഈസ് എ റൊട്ടേറ്ററി ഡ്രം. നിങ്ങൾക്ക് കാണാം, ഇതൊരു റൊട്ടേറ്ററി ഡ്രം ആണ്. ആൻഡ് ദ ഗ്രാഫ് thus obtained is called spirogram. ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടുന്ന ആ ഗ്രാഫിനെയാണ് നമ്മൾ സ്പൈറോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ ഈ റൊട്ടേറ്ററി ഡ്രം ആയിട്ടുള്ള ആ ഒരു ഇൻസ്ട്രുമെന്റിനെ നമ്മൾ സ്പൈറോഗ്രാഫ് എന്നും പറയുന്നു. ഓക്കെ, സം സ്പൈറോമീറ്റർ ഓൾസോ പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്
by varying a linear potentiometer according to the height of bell. ചില സ്പൈറോമീറ്റർ will be using a പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യും. അപ്പോൾ ഈ ബെല്ലിൻ്റെ ഹൈറ്റ് വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ പൊട്ടൻഷ്യോമീറ്ററിലുള്ള ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് വേരി ചെയ്യും. അത് നമുക്കൊരു ട്രാൻസ്ഡ്യൂസർ വഴി നമുക്ക് വേണ്ട ഡിസൈഡ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് സ്പൈറോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ്. പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പൈറോമീറ്റർ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ചെക്ക് ദ ലങ്സ് ഹെൽത്ത് കണ്ടീഷൻ. ലങ്സിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പൈറോമീറ്റർ യൂസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സ്പൈറോമീറ്റർ. ആൻഡ് the second measuring equipment is body plethysmography. So this plethysmograph is an equipment for lung function determination. അതായത് ലങ്സിൻ്റെ ഫങ്ഷൻ ആക്കാൻ വേണ്ടി ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് plethysmograph. Okay, plethysmographs are commonly used to measure functional residual capacity of the lungs and total lung capacity. ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി അതുപോലെ ടോട്ടൽ ലങ് കപ്പാസിറ്റിയും അളക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലത്തിസ്മോഗ്രാഫ്. ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോർമൽ ബ്രീത്ത് ഔട്ടിന് ശേഷം എത്രത്തോളം ഗ്യാസ് വോളിയം നമ്മുടെ ലങ്സിൽ പ്രസൻ്റ് ആണ്, അതാണ് ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോളിയം ഓഫ് ഗ്യാസിനെയാണ് നമ്മൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. Plethysmograph is a chamber resembling a glass-walled telephone box in shape and volume. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഫിഗറിൽ കാണാം, ഇവിടെ നമ്മുടെ പഴയ ഒരു ടെലിഫോൺ ബൂത്ത് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇവിടെയുള്ള ചാമ്പർ പഴയ ഒരു ടെലിഫോൺ ബൂത്ത് പോലത്തെ ഉള്ള ഒരു സ്ട്രക്ചറാണ്. സോ plethysmograph is a chamber resembling a glass-walled telephone box in shape and volume. Then during measurement the box is closed with an airtight seal. മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെലിഫോൺ ബോക്സ് പോലത്തെ ചേംബർ വിൽ ബി കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആൻഡ് വിത്ത് എയർ ടൈറ്റ് സീൽ. കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ചെയ്യും, എക്സെപ്റ്റ് ഫോർ എ സ്മോൾ കൺട്രോൾഡ് ലീക്ക്. ഒരു സ്മോൾ കൺട്രോൾഡ് ലീക്ക് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റെബിലൈസ് ദ ഇൻറ്റേർണൽ പ്രഷർ. ഇൻറ്റേർണൽ പ്രഷർ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു സ്മോൾ ലീക്ക് കൊടുക്കും, അല്ലാതെ അത് കംപ്ലീറ്റ് എയർ ടൈറ്റ് സീൽ ചെയ്ത് വെക്കും. 2 pressure transducers are used for measurement. 2 pressure transducers ആണ് നമ്മളിവിടെ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നത്. So one pressure transducer serves to measure the pressure inside the box relative to ambient pressure. ഒരു പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will be using to measure pressure inside the box. അതായത് ഈ ബോക്സിനുള്ളിലുള്ള പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഈ P2 എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ഈ ബോക്സ്, ഈ ടെലിഫോൺ ബോക്സ് പോലെയുള്ള ചാമ്പറിൻ്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ P2 എന്ന് പറയുന്ന ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നത്. And another one, P1 is placed close to mouth for recording mouth pressure. രണ്ടാമത്തെ ട്രാൻസ്ഡ്യൂസർ നിങ്ങൾക്ക് കാണാം P1 എന്ന് പറയുന്നത് നമ്മുടെ മൗത്തിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് for measuring the mouth pressure. മൗത്ത് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. The principle of measurement used in plethysmograph relies on detecting changes in box pressure in combination with changes in mouth pressure. അതായത് ഇവിടെ നമ്മൾ എങ്ങനെയാണ് മെഷർമെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബോക്സ് പ്രഷറും മെഷർ ചെയ്യും, അതുപോലെ മൗത്ത് പ്രഷറും മെഷർ ചെയ്യും. അത് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഒരു ഒരു മെഷർമെൻറ്റ് കിട്ടുക. These signals are evaluated in order to determine the static lung volumes. ഫൈനലി നമുക്ക് കിട്ടുന്ന സിഗ്നൽസ് വെച്ചിട്ട് we can evaluate and determine the static lung volume. അതായത് നമ്മൾ ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി അതുപോലെ ടോട്ടൽ ലങ് കപ്പാസിറ്റി ഒക്കെ ഈ 2 പ്രഷർ, അതായത് ഒന്ന് മൗത്ത് പ്രഷർ അതുപോലെ ആ ബോക്സിനുള്ളിലുള്ള പ്രഷർ, അത് രണ്ടും റിലേറ്റീവ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ സ്റ്റാറ്റിക് ലങ് വോളിയംസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. The basic physical principle exploited by body plethysmography is law of Boyle's law. Based on Boyle's law, we can write as PV equal to K. PV എന്ന് പറഞ്ഞാൽ പ്രഷറും വോളിയം വിച്ച് വിൽ ബി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് എന്നാണ് ബോയ്ൽസ് ലോ പറയുന്നത്. ഈ ബോയ്ൽസ് ലോ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഈ പ്ലത്തിസ്മോഗ്രഫിയിൽ
യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ during inhalation the volume of the patient inside the box increases and hence the box pressure increases. അതായത് നമ്മൾ ഇൻഹേലേഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവിടെയുള്ള പേഷ്യൻറ്റിൻ്റെ വോളിയം കൂടും. പേഷ്യൻറ്റിൻ്റെ വോളിയം കൂടിക്കഴിഞ്ഞാൽ ഈ ബോക്സിനുള്ളിലുള്ള പ്രഷർ കൂടും അല്ലേ? ഓക്കെ. ആൻഡ് ഡ്യൂറിങ് എക്സ്ഹേലേഷൻ വോളിയം ഓഫ് പേഷ്യൻറ്റ് ഇൻസൈഡ് ദ ബോക്സ് ഡിക്രീസ്. എക്സൈലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ വോളിയം ഡിക്രീസ് ചെയ്യും ആൻഡ് ഹെൻസ് ദ ബോക്സ് പ്രഷർ ഡിക്രീസസ്. അപ്പോഴെന്താ ഈ ബോക്സ് പ്രഷർ ഡിക്രീസ് ചെയ്യും. ദിസ് ചേഞ്ച് ഇൻ പ്രഷർ ക്യാൻ ബി മെഷേർഡ് യൂസിങ് പ്രഷർ ഗേജ് P2. അതായത് ഈ ചേഞ്ച് ഇൻ ഇവിടെ ഉണ്ടാവുന്ന ബോക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ പ്രഷർ ക്യാൻ ബി മോണിറ്റേർഡ് ബൈ യൂസിങ് ദിസ് പ്രഷർ ഗേജ് P2 ആൻഡ് കമ്പയർഡ് വിത്ത് ദ ബോഡി പ്രഷർ യൂസിങ് P1. ഈ P1 യൂസ് ചെയ്ത് നമുക്ക് ബോഡി പ്രഷർ മെഷർ ചെയ്യാം ആൻഡ് വി വിൽ ബി കമ്പയറിങ് ദിസ് P2 ആൻഡ് P1. അതായത് പ്രഷർ ഗേജ് 2ഉം പ്രഷർ ഗേജ് 1ഉം നമ്മൾ കമ്പയർ ചെയ്തിട്ട് വി ക്യാൻ ഡിറ്റർമിൻ ദ സ്റ്റാറ്റിക് lung volume. Static lung volume നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ബോഡി plethysmography. So today we have discussed about respiratory system measurement techniques. In that we have discussed about spirometer and body plethysmography. So with this I am concluding today's topic. Thank you.